അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതാ നമ്മളിനി രണ്ടാമത്തെ ചാപ്റ്ററിലേക്ക് പോവാണ്. അപ്പോൾ ഈ രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിലാണ് നമുക്ക് ഏറെക്കുറെ ബേസിക് ആയിട്ടുള്ള കംപ്ലീറ്റ് തിയറീസും വരുന്നത് നമ്മളെ ഈ രണ്ടാമത്തെ ചാപ്റ്ററിലാണ്. ഓക്കെ, പെട്ടെന്ന് തീർക്കാൻ പറ്റിയ ചാപ്റ്ററാണ്, പക്ഷേ പരീക്ഷയ്ക്ക് അത്യാവശ്യം വെയിറ്റേജും നമ്മളെ ഈ ചാപ്റ്ററിൽ നിന്നാണ് വരുന്നത്. നോക്കാം. ഒന്നാമത്തെ ചോദ്യം, സ്റ്റേറ്റ് ദ അക്കൗണ്ടിങ് കൺസെപ്റ്റ്. ഇതിൽ കുറേ കൺസെപ്റ്റുകളും പ്രിൻസിപ്പിൾസൊക്കെയാണ് ഇതിൽ പറയട്ടോ. സ്റ്റേറ്റ് ദ അക്കൗണ്ടിങ് കൺസെപ്റ്റ്. ഇഫ് എ ബിസിനസ് ചാർജ് ഡിപ്രിസിയേഷൻ അണ്ടർ റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് ആൻഡ് ഇറ്റ് ഫോളോസ് ദ സെയിം മെത്തേഡ് ഇൻ ദ സബ്സീക്വൻറ്റ് 5 ഇയർ. അതായത് നമ്മൾ ബിസിനസ്സിൽ ഈ വർഷം നമ്മളൊരു നയം പിന്തുടരുകയാണെങ്കിൽ അടുത്ത 5 വർഷത്തേക്കും അതേ നയം തന്നെ നമ്മളെന്താക്കണം, പിന്തുടരണം എന്ന് പറയുന്നത് ഏത് കൺസെപ്റ്റുമായി ബന്ധപ്പെട്ടിട്ടാണ്? ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ട സംഭവം കോൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. കോൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടൊരു കൺസെപ്റ്റ് ഉണ്ട്. ആ കൺസെപ്റ്റിൽ പറയുന്നത് ഒരേ നയം തന്നെ എന്താക്കണം, പിന്തുടരണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഇവിടെ ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഓക്കെ, കൺസിസ്റ്റൻസി ഒന്നാമത്തത്. ഇനി അടുത്തത് നോക്കുക. ആസ് പെർ ബിസിനസ്, അത് നമ്മൾ ആദ്യം തന്നെ പറഞ്ഞുതരാം. ഒരു 5-6 കൺസെപ്റ്റുകൾ ഇതിൽ മുഖ്യമായിട്ട് നിങ്ങൾ പഠിച്ച് വെക്കേണ്ടതുണ്ട്. അതൊന്ന് കോൺസിസ്റ്റൻസിയാണ്. കോൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ എന്താ, കൺസിസ്റ്റൻ്റായിട്ട് സ്ഥിരത ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ വർഷം നമ്മളൊരു നയം, ഒരു പോളിസി നമ്മൾ പിന്തുടരുകയാണെങ്കിൽ അടുത്ത വർഷം അതേ പോളിസി തന്നെ പിന്തുടരണം. ഇതാണ് കൺസിസ്റ്റൻസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റാണ്. അതായത് മുതലാളി വേറെ സാധനം, ബിസിനസ് വേറെ സാധനം. മുതലാളിൻ്റെ തന്നെയല്ലേ ബിസിനസ് എന്ന് വിചാരിച്ച് കണക്കുകൾ രേഖപ്പെടുത്താതിരിക്കൂല. മുതലാളി വേറെ, ബിസിനസ് വേറെ, രണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. ഇതാണ് വേറെ കൺസെപ്റ്റ്. പിന്നുള്ളത് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റാണ്. അതായത് ബിസിനസ്സിൽ രേഖപ്പെടുത്തൽ, അക്കൗണ്ടിങ്ങിൽ രേഖപ്പെടുത്തൽ, പണത്തിൽ രേഖപ്പെടുത്താൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ എന്താവുള്ളൂ അക്കൗണ്ടിങ് രേഖപ്പെടുത്തുള്ളൂ. നിങ്ങളത് നല്ല ബിസിനസ്സാണെന്ന് പറഞ്ഞിട്ട് ഗവൺമെൻറ്റിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കയ്യിൽ കിട്ടി, അതെന്താവില്ല നമ്മൾ അക്കൗണ്ടിങ് രേഖപ്പെടുത്തൂല. കാരണം അത് പണത്തിൻ്റെ മൂല്യമില്ല, അതിൻ്റെ അപ്പുറത്തുള്ള വേറെ എന്തോ ഒരു മൂല്യമാണ്. പണത്തിൻ്റെ മൂല്യത്തിലുള്ളത് സാധനം മാത്രമേ നമ്മൾ എന്താവുള്ളൂ ഇവിടെ രേഖപ്പെടുത്തുള്ളൂ. ഇതാണ് മണി മെഷർമെൻറ്റ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. ഓക്കെ, പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞത് നമ്മളെ മണി മെഷർമെൻറ്റ്, അതുപോലെ തന്നെ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്, കൺസിസ്റ്റൻസി, പിന്നെ കൺസർവേറ്റീവ്സ് എന്ന് പറഞ്ഞിട്ട് കൺസെപ്റ്റ് ഉണ്ട്. കൺസർവേറ്റീവ്സം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മുൻകൂട്ടി കാണുന്ന ലാഭങ്ങൾ നമ്മൾ രേഖപ്പെടുത്തൂല, അതേസമയം മുൻകൂട്ടി കാണുന്ന നഷ്ടങ്ങൾ എന്താവും നമ്മൾ രേഖപ്പെടുത്തും. ഒരു ഉദാഹരണം പറയണം. ഇപ്പോൾ പെരുന്നാളാണ് വരുന്നത്, നല്ല കച്ചവടം കിട്ടും എന്നുള്ള കാരണത്താൽ ഇത്ര കച്ചവടം അധികം കിട്ടുമെന്ന് പറഞ്ഞാൽ നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല, അത് രേഖപ്പെടുത്തൂല. അതേസമയം 1 ലക്ഷം റുപ്യ നമുക്ക് കിട്ടാനുണ്ട്, അതിൽ നിന്ന് 80,000 കിട്ടാൻ സാധ്യതയുള്ളൂ, 20,000 കിട്ടാൻ സാധ്യതയില്ല. ആണോ, അതൊരു നഷ്ടമാണ്. ആ നഷ്ടസാധ്യത എന്താക്കും, നമ്മൾ മുൻകൂട്ടി രേഖപ്പെടുത്തും. അതേസമയം ലാഭസാധ്യത ഉണ്ടാവില്ല, നമ്മൾ രേഖപ്പെടുത്തൂല. അതാണ് കൺസർവേറ്റീവ്സ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, അതും കൂടെ മനസ്സിലാക്കി വെക്കുക. പ്രൂഡൻസ് എന്നാണ് അതിൻ്റെ പേര്. ഓക്കെ, പിന്നെ വേറൊന്ന് പഠിക്കാനുള്ളത് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റാണ്. റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴാണ് ഒരു സാധനം നമ്മുടെ റവന്യൂ ആയി എന്ന് പറയാം. ഒരു ഉദാഹരണത്തിന് പറയുകയാണ്, ഒരാൾ ഇന്നലെ എൻ്റെ മൊബൈൽ ഷോപ്പ് വന്നിട്ട് പറഞ്ഞു ഇത് അടിപൊളി ഫോണാണല്ലോടാ എന്ന് പറഞ്ഞിട്ട് പോയി. നമ്മളെ വരുമാനമാകുമോ? ഇല്ല. പിറ്റേന്ന് അയാൾ വന്നിട്ട് പറയും ഇത് എടുത്തു വെക്കിട്ടോ, ഇത് എനിക്ക് തന്നെ വേണം, അപ്പോഴും നമ്മളെ റവന്യൂ ആകുന്നില്ല. പിന്നെ അയാൾ വന്നിട്ട് സാധനം വാങ്ങിപ്പോയാൽ മാത്രമേ അതെന്താവുള്ളൂ നമ്മളെ റവന്യൂ ആവുള്ളൂ. ഇതാണ് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നൊന്ന് ഗോയിങ് കൺസേൺ കൺസെപ്റ്റാണ്. ഗോയിങ് കൺസേൺ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗോ എന്ന് പറഞ്ഞാൽ പോകാമെന്ന് അർത്ഥം. നമ്മളെല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയെങ്കിലും വെച്ച് നിർത്താനാണോ? അല്ല, അതിങ്ങനെ ദീർഘകാലമായിട്ട് ഇങ്ങനെ തുടർന്ന് കൊണ്ടുപോകാനായിട്ടാണ് നമ്മളെല്ലാവരും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് ഗോയിങ് കൺസേൺ കൊണ്ട് എന്താവുന്നത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെന്നുള്ളത് മാച്ചിങ് കൺസെപ്റ്റ് എന്ന് പറഞ്ഞ സാധനമാണ്. മാച്ചിങ് കൺസെപ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വർഷത്തെ റവന്യൂ, ഓക്കെ, അത് ആ വർഷത്തെ ഇപ്പോൾ എന്താ പറയുക, നമ്മൾ ഒരു 20,000 ശമ്പളമുള്ളൊരു ചങ്ങായിക്ക് 10,000 നമ്മൾ ഈ വർഷം കൊടുത്തു, ഇനി 10,000 കൊടുക്കാൻ പെൻഡിങ് ആണ്. അങ്ങനെയാണെങ്കിൽ അത് ഏത് വർഷത്തിൽ തന്നെ ചേർക്കണം? ഈ വർഷത്തിൽ തന്നെ ചേർക്കണം, അത് അടുത്ത വർഷത്തെ കണക്കിലല്ല ചേർക്കേണ്ടത്. അപ്പോൾ റവന്യൂ എക്സ്പെൻസൊക്കെ അതാത് വർഷത്തിലേക്ക് തന്നെ എന്താക്കണം, ചേർത്ത് എഴുതണം എന്ന് പറയുന്ന സാധനമാണ് ഈ മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ സാധനം. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോവാം.
അപ്പോൾ നമ്മൾ ഒന്നാമത്തേന് ഉത്തരം നമ്മൾ പറഞ്ഞു കൺസിസ്റ്റൻസി. ഇനി രണ്ടാമത്തെ നോക്കുക. ആസ് പെർ ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ്. ബിസിനസ് എൻറ്റിറ്റി കൺസെപ്റ്റ് അനുസരിച്ച്, ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, മുതലാളി വേറെ ബിസിനസ് വേറെ. ആ കൺസെപ്റ്റ് അനുസരിച്ച് ഓണർ ഓഫ് ദ ബിസിനസ് ഈസ്, ബിസിനസ്സിൻ്റെ ഓണർ എന്ന് പറയുന്നത് സപ്ലയർ, ക്രെഡിറ്റർ, ഡെപ്റ്റർ, ബോറോവർ. ഈ രണ്ട് സാധനം നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇവിടെ പറയാനുള്ള സാധനമല്ല. സപ്ലയർ എന്ന് പറഞ്ഞാൽ സാധനം തരുന്ന, പിന്നെ വസ്തുക്കൾ എന്താ വന്ന് സപ്ലൈ ചെയ്യുന്ന ആൾക്കാണ് നമ്മൾ സപ്ലയർ എന്ന് പറയാം. ബോറോവർ എന്ന് പറഞ്ഞാൽ പൈസ കടം തരുന്ന ആളുന്നത്, മുതലാളിയാവുക അല്ലാത്തതും ആവുക. ഓക്കെ, ഇവിടെ ചോദ്യമാണ് ക്രെഡിറ്റർ ആണോ ഡെപ്റ്റർ ആണോ. ക്രെഡിറ്റർ എന്ന് പറഞ്ഞാൽ എന്താ, ബിസിനസ് അയാൾക്ക് അങ്ങോട്ട് പൈസ കൊടുക്കാണ്ട്. ഡെപ്റ്റർ എന്ന് പറഞ്ഞാലോ അയാൾ ബിസിനസ്സിന് ഇങ്ങോട്ട് പൈസ കൊടുക്കാണ്ട്. അതായത് ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഞാനൊരു 10 ലക്ഷം കൊണ്ടുവന്ന് ബിസിനസ്സിലേക്ക് ഇട്ട്, ബിസിനസ് വേറെ വ്യക്തി, മുതലാളി വേറെ വ്യക്തിയാണ്. അപ്പോൾ ഞാൻ ബിസിനസ്സിന് പൈസ കടം കൊടുത്ത മാതിരിയാണ് മുതലാളി ബിസിനസ്സിന് പൈസ കടം കൊടുക്കുക. അപ്പോൾ ഇനി ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ 10 ലക്ഷം ബിസിനസ് ആർക്ക് തിരിച്ചു കൊടുക്കണം, മുതലാളിക്ക് തിരിച്ചു കൊടുക്കണം. ഇങ്ങനെ കൊടുക്കാനുള്ള ആൾക്ക് നമ്മൾ പറയുന്ന പേരെന്താ, ക്രെഡിറ്റർ എന്നല്ലേ. വിഷയം മനസ്സിലായോ? അതായത് ഇവിടെ മുതലാളി എന്നുള്ളത് ഒരു വ്യക്തി, ബിസിനസ് എന്നുള്ളത് വേറെ വ്യക്തി. മുതലാളി ബിസിനസ്സിലേക്ക് എന്താകാണ്, മുതലാളി 10 ലക്ഷം കടം കൊടുത്തു എന്ന് പറഞ്ഞാൽ ഇനി ഈ ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം മുതലാളി എന്നുള്ള ആരാണ്, ക്രെഡിറ്ററാണ്. ഓക്കെ, കൺഫ്യൂഷൻ ഉണ്ടാവരുത് കേട്ടോ. അടുത്തത്, വൈൽ പ്രിപ്പയറിങ് ഫൈനൽ അക്കൗണ്ട്സ്. നമ്മൾ ഈ ഫൈനൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും ഇല്ലേ, അത് തയ്യാറാക്കുന്ന സമയത്ത് ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആഡഡ് ടു വേജസ് അക്കൗണ്ട്. ഔട്ട്സ്റ്റാൻഡിങ് അതായത് കൊടുക്കാനുള്ള വേജസിനെ, കൂലിയെ നമ്മൾ വേജസ് അക്കൗണ്ടിലേക്കാണ് നമ്മൾ എന്താവാറ്, ചേർക്കാറ്. ഐഡൻറ്റിഫൈ ദ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് വിത്ത് ദി സ്റ്റേറ്റ്മെൻറ്റ്. ഇതുമായി ബന്ധപ്പെട്ട പിന്നെ പ്രിൻസിപ്പിൾ ഏതാണ്? നമ്മൾ പറഞ്ഞില്ലേ, കൊടുക്കാനുള്ള പൈസ നമ്മൾ അതേ വർഷത്തിൽ തന്നെ. ഈ ട്രേഡിംഗ് അക്കൗണ്ടിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിൽ ആ വർഷത്തെ കണക്കുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ വർഷത്തെ എല്ലാ കണക്കും അതിൽ പെടും. അതല്ലാത്ത വർഷത്തിൽ എല്ലാ കണക്കുകളും അതിന് ഒഴിവാക്കുകയും ചെയ്യും. ബാലൻസ് ഷീറ്റിൽ എല്ലാ വർഷത്തതും ഉണ്ടാവും. അതേസമയം ട്രേഡിങ്ങിലും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ആ വർഷത്തേത് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ കൊടുക്കാനുള്ളതും കൊടുത്തതും എന്താവും അതിൽ രേഖപ്പെടുത്തും. ഓക്കെ, അപ്പോൾ അത് ഏത് പ്രിൻസിപ്പിളുമായി ബന്ധപ്പെട്ടതാണ്? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഏത്, മാച്ചിങ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞില്ലേ. യെസ്. അടുത്ത ചോദ്യം,